നമസ്കാരം, ഞാൻ ഷൈമ കെ ബാബു, CEO ഓഫ് KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊപ്പം. ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ പ്രോജക്ട്സിലാണ്. ഇൻ്റർനാഷണൽ, നാഷണൽ പ്രോജക്ട്സിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ തന്നെ എടുക്കുകയാണെങ്കിൽ KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എൻ്റെ 24ാമത്തെ പ്രോജക്റ്റാണ്. ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ കൺസെപ്റ്റ് കൺസീവ് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മൈലേജായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നത്. കേരളത്തിൽ മലബാറിൻ്റെ ഡെമോഗ്രഫിക് പ്രൊഫൈൽ ഒരു യുണീക്കായിട്ടുള്ളതാണ്. അതിൽ തന്നെ NRI പോപ്പുലേഷൻ ഡെൻസിറ്റി കുറച്ച് അധികമായി നിൽക്കുന്ന റീജിയനാണ് നമുക്ക് മലബാർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ കൊപ്പത്തെ KPU മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ കടന്നുവരവ് എങ്ങനെയാണ് നമുക്കവിടെ ഒരു ഗുണം തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, നാട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് വരുന്നവർക്കോ ഒക്കെ വേണ്ടി വരുന്ന ഹെൽത്ത് കെയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ്, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് നമുക്ക് നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ ആക്സസിബിളായിട്ട് എല്ലാ സെക്ടേഴ്സിലുള്ള ആൾക്കാർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ നൽകുക എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിനകത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊപ്പത്ത് ഒരുങ്ങുന്നത് വഴി നമുക്ക് നിറവേറ്റാൻ പറ്റും. അത് നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ട് KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുക്കുന്നത് 150-ൽ പരം കിടക്കകളോട് കൂടിയിട്ട്, അതായത് ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ 150-ൽ പരം കിടക്കകളോട് കൂടിയിട്ടും അതിനോടനുബന്ധപ്പെട്ട സൗകര്യങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ടുള്ള കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, സ്പെഷ്യലി ജെറിയാട്രി ഡിവിഷൻ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്ലിനിക്സ്, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ അതിവിപുലീകൃതമായ രീതിയിലുള്ള ഒരു ട്രോമ സെൻറ്റർ തന്നെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് with all emergency care department. And then we are coming to that services. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് റൂംസ്, modular operating rooms with a laminar flow that will prevent the infection chances. So that will infection control എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് നമുക്കിവിടെ അധികമായി കൊണ്ടുവരാൻ കഴിയും. നമ്മൾ കണ്ടതാണ് ഈ പാൻഡമിക്സ് വന്ന സമയങ്ങളിലൊക്കെയും നമ്മളെ എത്രത്തോളം ബുദ്ധിമുട്ടിയതാണ് പലതരം ഐസൊലേഷനുകൾക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഡിസൈൻ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കംപ്ലൈ ചെയ്തുകൊണ്ടും നാളെ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സിൻ്റെ ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻസിന് പോകുമ്പോൾ വേണ്ടി വരുന്ന കംപ്ലയൻസ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണോ അതൊക്കെ കംപ്ലൈ ചെയ്തുകൊണ്ടുമാണ് ഇതിൻ്റെ ഡിസൈൻ ഫ്ലോ അടക്കം നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ക്ലിനിക്കൽ ഫ്ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ പേഷ്യൻറ്റ് ഫ്ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് വി ഹാവ് മെയ്ഡ് ദാറ്റ് ഡിസൈൻ അക്കോർഡിംഗ് ടു ദാറ്റ് സോണിംഗ് ബേസിസ്. ആ സോണിംഗ് ബേസിസിൽ തന്നെ ഡിസൈൻ നമ്മൾ കൺസീവ് ചെയ്ത കൺസെപ്റ്റേ അങ്ങനെ കൺസീവ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് പിന്നെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ആഡ് ഓൺ വരുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലത് മോഡിഫൈ ചെയ്യുക, ഇത് അതിൽ കംപ്ലൈ ചെയ്യത്തില്ല. ആൻഡ് ദ കോംപ്രമൈസ്ഡ് വേ ഓഫ് ഹെൽത്ത് കെയർ, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഹെൽത്ത് കെയർ ടു ഓൾ സെക്ടേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ എ പ്രോപ്പർ വേ, അതാണ് നമ്മളുടെ ഉദ്ദേശം. KPU മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ ഒരുങ്ങുന്നത് അതിവിപുലീകൃതമായ രീതിയിലുള്ള ഒരു ട്രോമ കെയർ സംവിധാനം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഇവിടെ കൊപ്പത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ അഭാവത്തിൽ നമുക്ക് ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു പേഷ്യൻറ്റിന് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ ട്രാവൽ ചെയ്തിട്ടാണ് അവർക്ക് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ എമർജൻസി സിറ്റുവേഷൻസിൽ ഗോൾഡൻ അവേഴ്സ് രോഗിക്ക് വളരെ നിർണായകമാണ്. രോഗി പരിചരണത്തിലേക്കായിട്ട് ആ ഗോൾഡൻ അവേഴ്സ് വളരെ നിർണായകമായ ഘട്ടമാണ്. നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിത്ത് ഓൾ ഫെസിലിറ്റീസ് ആൻഡ് ദിസ് ട്രോമ കെയർ സർവീസസ് വരുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഗ്യാപ്പിനെ വളരെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് രോഗി പരിചരണം വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊപ്പത്തേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻസ് ഇവിടെ വരും. അപ്പം നമുക്കിപ്പോൾ കാണുന്ന ഹോസ്പിറ്റലിലെ എംപ്ലോയ്മെൻറ്റ് ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്സ്, ടെക്നീഷ്യൻസ്, ഫെസിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, മിനിസ്റ്റീരിയൽ സ്റ്റാഫ്സ്, ഓൾ ദോസ് കാറ്റഗറീസ് വരുമ്പോഴത്തേക്ക് ഈ റീജിയണിലുള്ള ഫാമിലീസിനെ അത് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും. വിതിൻ ദ ഹോസ്പിറ്റലിലുള്ള ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അല്ലാതെ തന്നെ നമുക്ക് പെരിഫറി, ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് പെരിഫറിയിലുള്ള ഒരു എക്കണോമിക് ബാലൻസും കൂടി എൻഹാൻസ് ചെയ്യപ്പെടും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു മാറ്റം വരും. റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ കടന്നുവരവ് വരും, ബിസിനസ് ബിൽഡിങ്സിൻ്റെ കടന്നുവരവ് വരും. അങ്ങനെ പെരിഫറിയിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് എക്കണോമിക്കലി കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യപ്പെടും. ആൻഡ് ഇവിടെ നിന്ന്
സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു എന്താ ക്യാഷ് ഫ്ലോ നമ്മളുടെ ഈ വിതിൻ ദിസ് ലോക്കൽ കമ്മ്യൂണിറ്റിക്കകത്ത് എക്കണോമിക് ഇതിനകത്ത് തന്നെ നമുക്ക് നിലനിർത്താനും കഴിയും. അപ്പോൾ നമ്മൾ ആ ഒരു ബാലൻസ് എൻഹാൻസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റീജിയണിനെ മൊത്തത്തിലായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ വളർത്തും. അതാണ് ഇതിനകത്ത് കാണുന്ന ഒരു ഇമ്പാക്റ്റ്. ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫാമിലീസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഒരു അപ്പർ ഹാൻഡ് നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഹോസ്പിറ്റലിലെ ഇൻവെസ്റ്റർ എന്നുള്ള പാർട്ടിൽ. KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വി ആർ നോട്ട് ജസ്റ്റ് ഹിയർ ടു ക്രിയേറ്റ് അനദർ ഹോസ്പിറ്റൽ. നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയെ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രോജക്റ്റിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വി ഹോപ്പ് ദിസ് വിൽ ബി എ ലാൻഡ്മാർക്ക് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ദിസ് കൊപ്പം റീജിയൻ വിത്ത് ഓൾ ആക്സസിബിൾ ടു ഓൾ സെക്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇതാണ് നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ഓഗ്മെൻറ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ. ഞാൻ ആദ്യമത്തെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ 2 ഘട്ടങ്ങളിലായ പ്രവർത്തനം. 2ാം ഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കാഡമിക് ഡിവിഷൻസ് ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഓഗ്മെൻറ്റ് ചെയ്യപ്പെടും. അത് തന്നെ ഒരു ഐക്കോണിക് ആയിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ടും നമുക്ക് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലകൊള്ളാനായിട്ട് KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വളരെ അനുചിതമായിരിക്കും. നമ്മൾ ഈ KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു 120 crore ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് 2 ഘട്ടങ്ങളിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് വരുന്ന ബെനിഫിറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലാൻഡിൻ്റെ, ബിസിനസ്സിൻ്റെ, ബിൽഡിങ്ങിൻ്റെയും ഓണർഷിപ്പ് ആ ഇൻവെസ്റ്ററിന് ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, യു ആർ ഗെറ്റിംഗ് ദ ഓണർഷിപ്പ്. അതാണ് ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് വിത്ത് ഗ്രേറ്റർ ROI, നമുക്ക് വെളിയിൽ കിട്ടുന്നതല്ലാത്ത ഒരു ഗ്രേറ്റർ ലെവൽ ഓഫ് ROI ആയിരിക്കും ഇതിനകത്ത് കിട്ടുക. ആൻഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫാമിലിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ വിതിൻ ദ ഹോസ്പിറ്റലിൽ വരുന്ന ഹ്യൂമൻ റിസോഴ്സസിൻ്റെ റിക്വയർമെൻറ്റിനകത്തേക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും. കൂടാതെ തന്നെ അവർക്ക് ട്രീറ്റ്മെൻറ്റിനകത്തും ഒരു ഗ്രേറ്റർ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റിനകത്ത് ഒരു കൺസിഡറേഷൻ, ഒരു ഗ്രേറ്റർ പെർസെൻറ്റേജിലൊരു ഡിഡക്ഷൻസും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. കൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് എല്ലാവിധ സക്സസ്സും നേടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഐക്കോണിക് ലാൻഡ്മാർക്ക് ഇൻ ദിസ് കൊപ്പം റീജിയൻ വിത്ത് ഓൾ ഹെൽത്ത് കെയർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് കൊപ്പത്ത് രൂപീകൃതമാകുന്നതാണ്. താങ്ക് യു.